നടിയെ ആക്രമിച്ച കേസിൽ ആകാശമിടിഞ്ഞു വീണാലും നീതി നടപ്പാകട്ടെ എന്ന് കോടതി. വിചാരണ കോടതി ജഡ്ജി സ്വാധീനിക്കപ്പെട്ടു എന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വാദം കോടതി തള്ളി. ദിലീപ് ഉൾപ്പെട്ട ഗൂഢാലോചനയ്ക്ക് മതിയായ തെളിവില്ലെന്നും വിധിയിൽ. ബി സന്ധ്യ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് കോടതിയിലും ദിലീപ് ആവർത്തിച്ചു. അന്വേഷണ സംഘത്തിനും വീഴ്ചയുണ്ടായി എന്ന് വിധിയിൽ പറയുന്നു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. മുജ്തബ, ഇപ്പോഴാണ് വിധി പ്രസ്താവത്തിന്റെ പൂർണ്ണരൂപം നമുക്ക് ലഭ്യമായത്. 1700-ലധികം പേജുകളുള്ള വിധിയാണ്. എന്തൊക്കെ വിവരങ്ങൾ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്? പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും ഉൾപ്പെടെ വീഴ്ച പറ്റിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിചാരണ കോടതിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ കോടതി അപ്പാകെ തള്ളുകയാണ്. അതായത് അപ്പാടെ തള്ളുക എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലും നീതി നടപ്പാക്കുന്നതിൽ നിന്ന് കോടതിയെ പിന്തിരിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാകട്ടെ. വിചാരണ കോടതി ജഡ്ജി സ്വാധീനിക്കപ്പെട്ടെന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വാദം തള്ളിക്കളഞ്ഞാണ് കോടതിയുടെ ഒരു നിരീക്ഷണം. വിചാരണ കോടതി ജഡ്ജി സ്വാധീനിക്കപ്പെട്ടു എന്നായിരുന്നു നേരത്തെ പ്രോസിക്യൂഷന്റെ ഒരു വാദം. അത് അങ്ങനെ ജഡ്ജിയെ തന്നെ മാറ്റണമെന്നതുൾപ്പെടെയുള്ള അതിജീവിത തന്നെ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തള്ളിക്കളയുകയാണ്. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥരും പക്ഷപാതപരമാണ്. ആ തരത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം അല്ലെങ്കിൽ അവരുടെ പങ്ക്, അവരുടെ റോള് ഉൾപ്പെടെ സംശയിച്ചുകൊണ്ട് ദിലീപും കോടതിയിൽ ചില വാദങ്ങൾ ഉന്നയിച്ചു. ഈ രണ്ട് വാദങ്ങളും ശ്രദ്ധിക്കുന്നില്ല, മുഖവിലക്കെടുക്കുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. ഒപ്പം തന്നെ ബി സന്ധ്യ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് കോടതിയിലും ദിലീപ് ആവർത്തിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ദിലീപ് ഉൾപ്പെടെയുള്ള ഗൂഢാലോചനയ്ക്ക് മതിയായ തെളിവില്ല എന്ന് ഈ വിധിയിൽ പ്രത്യേകമായി തന്നെ പറയുന്നുണ്ട്. അതിനർത്ഥം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസിൽ ഒന്നാം പ്രതിയും അതോടൊപ്പം തന്നെ എട്ടാം പ്രതി പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ഗൂഢാലോചനയ്ക്ക് തെളിവ് നൽകാൻ കൃത്യമായി തന്നെ കോടതിക്ക് കഴിയുന്നില്ല. ആദ്യം ഒന്നാം പ്രതിയുടെ മൊഴിയിലുണ്ടായിരുന്നത് ഒരു സ്ത്രീയുടെ ആവശ്യപ്രകാരമാണ് ഈ കൊട്ടേഷൻ, ആക്രമണത്തിന് വേണ്ടി ആളെ ഏർപ്പെടുത്തിയത് ഒരു കൊട്ടേഷൻ എന്നാണ്. പക്ഷേ ഒരു സ്ത്രീയാണ് എന്നാണ്. പക്ഷെ പിന്നീട് പറഞ്ഞത് ഇത് എട്ടാം പ്രതിയുടെ ആവശ്യപ്രകാരം എന്നാണ്. അതെങ്ങനെ ഈ രണ്ട് മൊഴികൾ വന്ന സാഹചര്യത്തിൽ ഒന്നാം പ്രതി പറഞ്ഞ ആ സ്ത്രീയുടെ പങ്ക് എന്താണ് എന്ന് കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ ഒരു തെളിവാക്കി കൊണ്ട് തന്നെ അന്വേഷിക്കണമായിരുന്നു. ആ നിലക്ക് അന്വേഷണം പോകണമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നാം പ്രതിയും എട്ടാം പ്രതിയും തമ്മിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഇതിനകത്ത് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നു എന്നതുൾപ്പെടെയുള്ള ദിലീപിനെ പൂട്ടണം എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. ആ പ്രോസിക്യൂഷൻ വാദത്തെ കോടതി തള്ളുകയാണ്. അങ്ങനെ ഒരു വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചത് ദിലീപാണ് എന്നതിന് തെളിവില്ല. പ്രത്യേകിച്ച് ഷോൺ ജോർജ് അയച്ച സ്ക്രീൻഷോട്ടാണ് പ്രോസിക്യൂഷൻ ഉയർത്തി കാണിച്ചതെന്ന് ഇതിനകത്ത് പ്രോസിക്യൂഷൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഷോൺ ജോർജിനെ കോടതിയിൽ വിസ്തരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഫോർവേഡ് ചെയ്ത ആളെ വിസ്തരിക്കാത്ത സാഹചര്യത്തിൽ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എട്ടാം പ്രതിയുടെ സഹായത്തോടെയാണ് എന്ന നിഗമനത്തിലെത്താൻ കഴിയില്ല എന്നാണ് കോടതി കൃത്യമായി തന്നെ പറയുന്നത്. ഒപ്പം തന്നെ പൾസർ സുനിയുടെ ദിലീപിനെതിരായ മൊഴി പലതവണ മാറ്റപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം മാഡം ആണ് ഈ കൊട്ടേഷൻ തന്നത് എന്ന് പറയുന്നു. പക്ഷെ പിന്നീട് അത് ദിലീപാണ് എന്ന് പറയുന്നത്. ആദ്യം ഉന്നയിച്ച ആ സ്ത്രീയിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഒപ്പം തന്നെ ഇതിനകത്തൊരു വിവാഹ നിശ്ചയ മോതിരത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അതിന്റെ ദൃശ്യം പകർത്തിയെന്ന പ്രോസിക്യൂഷന്റെ വാദം വിശ്വസനീയമല്ല എന്നാണ് കോടതി പറയുന്നത്. ഇരയുടെ തിരിച്ചറിയൽ ഉറപ്പാക്കാൻ മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. 2017 നവംബർ 22 സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ മാത്രമാണ് പോലീസ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഏപ്രിൽ 18 സമർപ്പിച്ച ആദ്യത്തെ റിപ്പോർട്ടിൽ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് പരാമർശമില്ല. പലതവണ നടി മൊഴി നൽകിയിട്ടും മോതിരത്തിന്റെ ദൃശ്യം പകർത്തിയ കാര്യം അന്ന് ആദ്യം നൽകിയ മൊഴികളിൽ എവിടെയും പറയാത്തൊരു സാഹചര്യം ഉണ്ട്. അത് ആ മൗനം അല്ലെങ്കിൽ അത് പറയാത്ത കാര്യം അത് മറച്ചു വെച്ചതാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അത് ദുരൂഹമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി പറയുന്നത്. എന്തായാലും മോതിരത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന വാദം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒപ്പം തന്നെ ദിലീപിന്റെ ഫോണിൽ നിന്ന് ചാറ്റുകൾ നീക്കം ചെയ്യപ്പെട്ടു. ഡാറ്റകൾ കേസുമായി ബന്ധപ്പെടുത്താൻ അല്ലെങ്കിൽ അത് കേസിന്റെ അന്വേഷണത്തിന് സഹായകമാകുന്ന രൂപത്തിൽ ആ ചാറ്റുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ദിലീപിന്റെ ഫോണിൽ നിന്ന് അത്തരം ചാറ്റുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഫോറൻസിക് പരിശോധന നടത്തി ആ ചാറ്റുകൾ വീണ്ടെടുക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ആ ചാറ്റുകൾ വീണ്ടും കോടതിയിൽ അത് കൃത്യമായി തന്നെ ഫോറൻസിക് ലാബിൽ പരിശോധന നടത്തി ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോൺ തന്നെ വിധേയമാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ആ ചാറ്റുകൾ റിട്രീവ് ചെയ്തെടുക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ ഉൾപ്പെടെ ഈ കേസ് സംബന്ധിച്ച് ചില
കൃത്യമായി തന്നെ ഒരു 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 യഥാസമയം അന്വേഷണം നടക്കാത്തത്, അല്ലെങ്കിൽ വേണ്ട രീതിയിലേക്ക് വേണ്ട പോയിന്റുകളിലേക്ക് അന്വേഷണം പോകാത്തത് ഉൾപ്പെടെ കോടതി ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ കേസിൽ നേരത്തെ ജഡ്ജി തന്നെ ഇതിന്റെ ശിക്ഷാവിധിയിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങൾ ചില ആളുകൾ ഇങ്ങനെ ഉന്നയിക്കുന്നത്? ആ വിമർശനങ്ങൾക്ക് മറുപടി കൃത്യമായി തന്നെ ഈ ഉത്തരവിലുണ്ട്. അതുകൊണ്ട് വിമർശിക്കണമെന്ന് നിർബന്ധമുള്ള ആളുകൾ നിർബന്ധമായും ഈ വിധിപ്പകർപ്പ് വായിക്കണമെന്ന് വളരെ സരസമായി, അല്ലെങ്കിൽ പക്ഷേ മുസ്തഫ, ഈ ഗൂഢാലോചനക്കുൾപ്പെടെ തെളിവില്ല എന്ന് പറയുമ്പോഴും പിന്നെ എന്തിന് ഇങ്ങനെയൊരു കുറ്റകൃത്യം ഈ സുനിയും സംഘവും ചെയ്തു എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ടല്ലോ. വെറുതെ ഒരു ദിവസം അങ്ങനെ തോന്നിയിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ലല്ലോ ഇത്. ഇതിന് കൃത്യമായൊരു മോട്ടീവ് ഇതിന് പിന്നിൽ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അപ്പോൾ ആ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയല്ലേ? അതിനകത്ത് തീർച്ചയായും 1709 പേജുള്ള വളരെ വിശദമായ ഒരു വിധി പകർപ്പാണ്. അതിൽ ഘട്ടം ഘട്ടമായി പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഓരോ വാദങ്ങളെയും കോടതി അഡ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ വാദങ്ങളും തെളിയിക്കുന്നതിൽ പരാജയപ്പെടുകയും പ്രോസിക്യൂഷന്റെ തെളിവ് ശക്തമാകാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ വേണ്ട രീതിയിലേക്ക് അന്വേഷണം പോകാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പോലും പറയാം. ഒരു പക്ഷേ പെട്ടെന്ന് കണക്ട് ആവാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആദ്യം പൾസർ സുനി ഉന്നയിച്ചത് ഒരു മാഡത്തിന്റെ കൊട്ടേഷനാണ് എന്നൊരു സ്ത്രീയുടെ പങ്കിനെ പറ്റിയാണ് പൾസർ സുനി പറയുന്നത്. പിന്നീട് ജയിലിൽ നിന്നുള്ള കത്തുകൾ, അതോടൊപ്പം തന്നെ ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ദിലീപിന്റെ പേര് ഈ കൊട്ടേഷനുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് വളരെ വിശദമായി തന്നെ പഴുതടച്ച് അന്വേഷണം നടത്തണമായിരുന്നു. ആ സ്ത്രീ അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമായിരുന്നു. പക്ഷേ അത്തരം വാദങ്ങളിലേക്ക്, അല്ലെങ്കിൽ അത്തരം അന്വേഷണങ്ങളിലേക്ക് പലപ്പോഴും അന്വേഷണം അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഒരു ശരിയായ രൂപത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ആദ്യം പറഞ്ഞത് ഒരു സ്ത്രീയുടെ ആവശ്യപ്രകാരമാണ് ഈ കൊട്ടേഷൻ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പിന്നീട് പറഞ്ഞത് 8ാം പ്രതി ദിലീപിന്റെ ആവശ്യപ്രകാരം എന്ന്. ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ രണ്ട് മൊഴികൾ ഉള്ള സാഹചര്യത്തിൽ 1ാം പ്രതി പറഞ്ഞ സ്ത്രീയുടെ പങ്ക് എന്താണെന്ന് തെളിവാക്കി അന്വേഷിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് പ്രോസിക്യൂഷൻ ചെയ്തില്ല, അത് അന്വേഷണ സംഘം ചെയ്തില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒപ്പം തന്നെ 1ാം പ്രതിയും 8ാം പ്രതിയും തമ്മിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. നേരത്തെ തന്നെ അമൃത സൂചിപ്പിച്ചതുപോലെ എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഗൂഢാലോചനകൾ ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരാൾ പോയി ഒരാളെ ആക്രമിക്കുന്നത് ഉൾപ്പെടെയുള്ള ന്യായമായ സംശയങ്ങൾ ഉണ്ടാകും. അതെന്തായാലും ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിലേക്ക് എത്തിക്കുന്ന തെളിവുകൾ, അല്ലെങ്കിൽ അത്തരം തെളിവുകൾ ഉണ്ടാകണം. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും നിരവധി ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പല പ്രോസിക്യൂഷന്റെ വാദങ്ങളെയും കോടതിക്ക് അങ്ങനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതായത് അത്തരം വാദങ്ങൾ ഉന്നയിച്ചെങ്കിൽ പോലും ആ വാദങ്ങളിലേക്ക് എത്തുന്ന തെളിവുകൾ ഇല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മാത്രമല്ല, മെമ്മറി കാർഡിന്റെ മാറ്റം വന്ന കാര്യം അത് അന്വേഷണ ഉദ്യോഗസ്ഥന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷെ അത് പലപ്പോഴും മറച്ചുവെച്ച കാര്യങ്ങൾ ഉൾപ്പെടെ കോടതി പറയുന്നുണ്ട്. അതായത് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യം അത് PW 261 ഹൈക്കോടതിയിൽ തന്നെ സമ്മതിച്ചതാണ്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റം വന്ന കാര്യം അദ്ദേഹം നേരിട്ട് അറിഞ്ഞു വന്നു. പക്ഷേ അന്വേഷണ സമയത്ത് അത് വെളിപ്പെടുത്തിയില്ല എന്ന് കോടതി പറയുന്നു. അത്തരത്തിൽ ഫോറൻസിക് സയൻസ് ലാബിൽ രേഖകൾ പെട്ടെന്ന് ശേഖരിച്ചത് ഈ 2022 കാര്യമാണ് പറയുന്നത്. 22 ജനുവരിയിൽ FSL രേഖകൾ വളരെ പെട്ടെന്ന് ശേഖരിച്ചത് സംശയാസ്പദമാണ്. ഇതിന് ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം നൽകാൻ, അല്ലെങ്കിൽ കോടതിക്ക് മുമ്പിൽ അത് വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. 2ാം അന്വേഷണത്തിന് മെമ്മറി കാർഡിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ മുൻകാലത്ത് അത് നിരവധി ചാനലുകളിലും വാർത്തകളിലും പത്രമാധ്യമങ്ങളും ഒക്കെ ഈ സംബന്ധിച്ച് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകളിലുണ്ട്. പക്ഷേ ഇതെല്ലാം നിഷേധിച്ചാൽ പോലും ഇത്തരം വാദങ്ങളെ വളരെ വിശ്വസനീയമായ രൂപത്തിൽ കോടതിക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന രൂപത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും അത് കോടതി തള്ളിക്കളയുന്നുണ്ട്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഈ ഒരു ഓഫീസറെ ഫോൺ ചെയ്തെന്ന കഥ ഉൾപ്പെടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശദീകരണം ഉൾപ്പെടെ ഈ കുറ്റപത്രത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ട്. അത്തരം ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ബന്ധപ്പെട്ട ആളുകളെ ഫോണിൽ വിവരം അറിയിച്ചു എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങളുണ്ട്. പൂർണ്ണമായും ഇത് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. ഫോറൻസിക് ലാബും കോടതിയും തമ്മിലുള്ള എല്ലാ ആശയവിനിമയവും എഴുത്തിൽ മാത്രമേ ഉണ്ടാകൂ. അങ്ങനെ ഫോൺ ചെയ്തൊരു സംഭാഷണം നടക്കേണ്ട കാര്യമില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1709 പേജുള്ള ഒരു വലിയ ഒരു വിധി പകർപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ ഇനിയും നമുക്ക് വായിച്ചെടുക്കാനുണ്ട്. കേസിന്റെ പശ്ചാത്തലം എന്താണ്, ഇതിനകത്ത് ഉപോത്പലകമായ കേസ്, അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ടുള്ള ആരോപണങ്ങൾ, പ്രധാനപ്പെട്ട ആരോപണങ്ങൾ
ഓരോ പ്രതികൾക്കെതിരെയും അവരെങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ പ്രതികളുടെയും പങ്കെന്താണ്, ആ പ്രതികളെ സംശയാതീതമായി അവരുടെ റോളുകൾ തെളിയിക്കപ്പെടാൻ ഏതൊക്കെ തരത്തിലാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ, ആ പ്രോസിക്യൂഷൻ അത്തരം വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വാദങ്ങളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ വാദങ്ങൾ തെളിയിക്കപ്പെടാൻ, അല്ലെങ്കിൽ ഒരു തരി പോലും സംശയം ബാക്കിയാക്കാതെ അത്തരം വാദങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തന്നെ ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജയിലിൽ നിന്നുള്ള ഫോൺ കോളുകൾ സംബന്ധിച്ച് വരെ കോടതി ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ഫോൺ കോളുകൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ച ജിൻസൺ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ സാക്ഷിയാക്കി വിസ്തരിച്ചതിന് പകരം അവർ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പ്രതിയാക്കേണ്ടതായിരുന്നില്ല എന്നതുൾപ്പെടെയുള്ള കോടതി ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വിശദമായ രൂപത്തിൽ 1709 പേജുകൾ അതിപ്പോഴും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. പകരം അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. കൂടുതൽ ഭാഗങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആ ലഭ്യമായ ഈ പേജുകളുടെ അല്ലെങ്കിൽ വിശദാംശങ്ങളുടെ വിവരങ്ങൾ കൂടി എടുക്കുമ്പോൾ കുറെ അധികം കാര്യങ്ങൾ കോടതിക്ക് മുമ്പിൽ അങ്ങനെ സംശയാതീതമായി ഇന്ന പങ്ക് ഇന്ന ആളുകൾക്കുണ്ട് എന്ന് തെളിയിക്കുന്നതിൽ പല ഭാഗങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുകൂടിയാണ് വിചാരണ കോടതി പറയുന്നത്. അമൃത.